നടക്ക്. ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ അടുക്കളയൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ വീഡിയോയാണ്. എല്ലാവർക്കും ഉപകാരമാകുന്ന വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുന്ന വേസ്റ്റ് കൗണ്ടർ ടോപ്പിലേക്ക് ഇടാതെ ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ മുറത്തിലോ ന്യൂസ് പേപ്പറിലോ ഒക്കെ അരിഞ്ഞിടുവാണെങ്കിൽ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പമായിരിക്കും. ഫുഡിൻ്റെ വേസ്റ്റും പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ അടുക്കളയിൽ കൂട്ടി വെക്കാതെ രാവിലെയും വൈകുന്നേരവും ഒക്കെ ആയിട്ട് വേസ്റ്റുകളൊക്കെ പുറത്തു കൊണ്ട് കളയാം. പാത്രമെല്ലാം കഴുകുന്നതിന് മുമ്പ് ഞാൻ വേസ്റ്റൊക്കെ എടുത്ത് പുറത്തു കൊണ്ട് കളഞ്ഞതിന് ശേഷം കേട്ടോ പാത്രമൊക്കെ കഴുകുന്നത്. ഉച്ചയ്ക്ക് ഞാൻ മാത്രമല്ല വീട്ടിലുള്ളൂ, അപ്പോൾ വേറെ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ലാത്തത് കൊണ്ട് രാവിലെ എല്ലാവരും വീട്ടിലുള്ള സമയമാകുമ്പം എല്ലാം ഉണ്ടാക്കലും പിന്നെ കഴിക്കലും ഒക്കെ കഴിയുമ്പോൾ കുറേ വേസ്റ്റുകൾ കളയാനുണ്ടാവും. അതുപോലെ തന്നെയായിരിക്കും വൈകുന്നേരവും എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ ഓരോന്നൊക്കെ ഉണ്ടാക്കുകയും പിന്നെ കഴിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ വേസ്റ്റൊക്കെ കളയാനുണ്ടാവുമേ. സിങ്കിൽ പാത്രമൊക്കെ കൂട്ടിയിട്ട് കാണുമ്പോൾ തന്നെ എന്തോ പോലെയല്ലേ. അപ്പോൾ പരമാവധി പാത്രങ്ങൾ നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് കഴുകാം. പിന്നെ ഉള്ളതെല്ലാം അത് കഴിഞ്ഞിട്ടാണെങ്കിലും കഴുകി വൃത്തിയാക്കി സിങ്കും വൃത്തിയാക്കി ഇടണം. പിന്നെ കറികളൊക്കെ വിളമ്പിയിട്ട് ആ തവി ഇട്ടിട്ട് കറിയൊക്കെ അടച്ച് വെക്കാതിരിക്കുക. അതുപോലെ തന്നെ തവി കറിപ്പാത്രത്തിൻ്റെ മുകളിൽ അടപ്പിൻ്റെ മുകളിൽ വെക്കാതെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറേ ഈച്ചകളെല്ലാം വരും. ഇവിടെ പൂവീച്ച എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനത്തെ പൂവീച്ചയൊക്കെ വരും നമ്മൾ അടപ്പിൻ്റെ മുകളിൽ കറി വിളമ്പിയ തവിയൊക്കെ ഇങ്ങനെ വെച്ച് കഴുകാതെ വെക്കുവാണെങ്കിൽ. പിന്നെ പാത്രം എല്ലാം കഴുകി കഴിഞ്ഞിട്ട് പാത്രം കഴുകുന്ന ബ്രഷുകളെല്ലാം കൂടെ ഞാനിതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നല്ല ചൂടുവെള്ളം തിളച്ച വെള്ളം കേട്ടോ അതൊഴിച്ച് കുറച്ച് സമയം വെക്കും. ഇത് ഞാൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രമൊന്നുമല്ല, അല്ലാതെ ബ്രഷൊക്കെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന ഒരു പഴയ പാത്രമാണ്. ഇതിൻ്റെ കൂടെ ഈ പാത്രം കഴുകുന്ന ബ്രഷ് ഇപ്പോൾ ഇടത്തില്ല. ഇതിപ്പോൾ സിങ്ക് കഴുകുന്നതും സ്റ്റൗ ക്ലീൻ ആക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ബ്രഷാണ് ആദ്യം ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കേട്ടോ പാത്രം കഴുകുന്ന ബ്രഷ് ഇടുന്നത്, ഒന്നിച്ചിടത്തില്ല. ഈ വെള്ളം കളഞ്ഞിട്ട് വേറെ തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണ് പാത്രം കഴുകുന്ന ബ്രഷൊക്കെ ഇട്ട് വെക്കുന്നത്. പിന്നെ വിനാഗിരി ആഴ്ചയിലൊന്നൊക്കെ ഒഴിക്കാറുള്ളൂ, എന്നും വിനാഗിരി ഒഴിക്കാറില്ല. എന്നും തിളച്ച വെള്ളത്തിൽ ബ്രഷൊക്കെ ഇട്ട് വെക്കാറുണ്ട്. പിന്നെ തവികളും സ്പൂണും കറി വിളമ്പുന്ന പാത്രവും എല്ലാം തരംതിരിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് അടുക്കളയിൽ തിരക്കിട്ട് പണികളൊക്കെ ചെയ്യുമ്പം ഓരോന്ന് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഞാൻ അടുക്കളയിൽ പണികളൊക്കെ ചെയ്യുന്ന സമയത്ത് ജനലും വാതിലും ഒക്കെ തുറന്നിടും. പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ജനലും വാതിലും ഒക്കെ അടയ്ക്കുകയും അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന സാധനം കറക്റ്റായിട്ട് ആ സ്ഥലത്ത് തന്നെ വെക്കാനും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തടത്തുണികളില്ലേ, കൈക്കളി തുണികളൊക്കെ കൂട്ടിയിടാതെ അതൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്ത് വെക്കാം. കൂട്ടിയിട്ടാൽ ചെറിയ പൂവീച്ചകളൊക്കെ വരും കേട്ടോ. പൂവീച്ച എന്നാണ് ഇവിടെ പറയുന്ന കുഞ്ഞു കുഞ്ഞു ഈച്ചകളെ. 1-2 ആഴ്ച കൂടുമ്പം തടത്തുണികളൊക്കെ നന്നായിട്ട് പുഴുങ്ങി അലക്കി വെക്കുവാണെങ്കിൽ കറകളൊക്കെ മാറിക്കിട്ടും കേട്ടോ. അതിൻ്റെ അഴുക്ക് മണമൊക്കെ മാറും. സ്ഥിരമായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ എളുപ്പം എടുക്കാൻ പറ്റുന്ന പോലെ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെ തിരക്കിട്ട് പണികളൊക്കെ ചെയ്യുമ്പം എല്ലാം വലിച്ചു വാരി നിരത്തുമല്ലോ. നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് സ്റ്റൗവിൽ എന്തെങ്കിലും വീണാൽ അത് ഉണങ്ങി പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് വീണ പാടെ തുടച്ച് കളയാൻ വേണ്ടി ശ്രദ്ധിക്കണം. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്നതിന് മുമ്പ് സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യും. സ്റ്റൗവിൻ്റെ അടിഭാഗവും നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കും കേട്ടോ. നമ്മൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലും തിളയ്ക്കുകയോ മറിയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒക്കെ അതിൻ്റെ അടിയിലുണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കും. പിന്നെ ഞാൻ അടുക്കളയിലെ പണികളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ റെഗുലേറ്റർ ഓഫ് ആക്കുവേ. അടുക്കളപ്പണിയാണേലും വേറെ എന്ത് പണിയാണേലും ഒന്നിന് പുറകെ ഒന്നായിട്ട് വേഗം വേഗം ചെയ്യുവാണെങ്കിൽ വേഗം പണികളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റും കേട്ടോ. നമുക്ക് മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊന്നും ഇല്ലെങ്കിൽ പണികളൊക്കെ വേഗം ചെയ്യാമല്ലോ. കറിക്കൊക്കെ അരച്ച് കഴിഞ്ഞിട്ട് അപ്പം തന്നെ മിക്സിയും കൂടെ അങ്ങ് തുടയ്ക്കും ഞാൻ. അല്ലെങ്കിൽ പിന്നെ തുടയ്ക്കാതെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണങ്ങി പിടിച്ച് പിന്നെ അത് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് ഇരട്ടി പണിയായി തീരുമല്ലോ. പിന്നെ പാത്രം കഴുകി വെക്കുന്ന ആ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ സ്റ്റാൻഡിൻ്റെ അടിയിൽ ഞാൻ ഇതുപോലൊരു പഴയ തുണി വിരിച്ചിടും കോട്ടൻ്റെ. എന്നിട്ട് അതൊരു 2 ആഴ്ച കൂടുമ്പോൾ എടുത്ത് മാറ്റുക കേട്ടോ ചെയ്യുന്നത്. എത്ര കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചാലും എന്തായാലും ഒരു ചെറിയ നനവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊരു തുണി വെക്കുവാണെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ നല്ല എളുപ്പം കേട്ടോ. തൂക്കിയിടുന്ന സ്റ്റാൻഡൊക്കെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, വെള്ളം അങ്ങ് പോകും. പക്ഷേ ഇത് നമ്മളൊരു മൂലയ്ക്ക് ഇങ്ങനെ വെച്ചേക്കുമല്ലേ, വെള്ളമൊക്കെ കെട്ടി നിന്നാൽ പുഴുവും പിന്നെ അങ്ങനെ ഓരോരോ പ്രാണികളും ഒക്കെ വരും. അതിനാട്ടോ ഇങ്ങനെ തുണി ഇട്ട് വെക്കുന്നത്. അങ്ങനെ തുണി ഉള്ളപ്പോൾ അങ്ങനെ നനവ് നിൽക്കത്തില്ലല്ലോ. അടുക്കളയിൽ നമ്മൾ ഉപയോഗിക്കാത്ത നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴിവാക്കാം. എണ്ണയൊക്കെ വെക്കുന്ന പാത്രത്തിൻ്റെ അടിയിൽ ഞാനൊരു പഴയ അടപ്പ് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം വെച്ചാലും മതി കേട്ടോ. അല്ലെങ്കിൽ എണ്ണമയം ഉണ്ടാവുമല്ലോ നമ്മൾ എണ്ണ വെച്ചേക്കുന്ന സ്ഥലത്ത്. പിന്നെ ഡൈനിങ് ടേബിളൊക്കെ എല്ലാ നേരവും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മണമൊക്കെ ഉള്ള ലിക്വിഡ് ഉപയോഗിച്ച് തുടയ്ക്കാം. ഞാൻ ഈ കാണിക്കുന്ന ക്ലീനിങ് ടിപ്സുകളൊക്കെ
ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. എന്താണോ നമ്മുടെ അടുക്കളയിൽ ആവശ്യമുള്ളത് അത് നമുക്ക് പല ദിവസങ്ങളായിട്ട് നമ്മുടെയൊക്കെ സമയം അനുസരിച്ച് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് കുറേ സമയം വേണ്ടി വരുന്ന പോലെ തോന്നുന്നത് കേട്ടോ. ഞാനിതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്തതാണ്. പിന്നെ ഈ ചിരവയൊക്കെ നമുക്ക് ഓരോ നേരവും തേങ്ങയൊക്കെ ചിരണ്ടി കഴിഞ്ഞിട്ട് ക്ലീൻ ആക്കി വെക്കാം. ഒരു തുണി കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെക്കാം. നമ്മൾ ഈ ചിരവ ക്ലീൻ ആക്കാതെ വെച്ചാൽ ചിരവയിൽ തേങ്ങാപ്പീരയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പല്ലിയും പാറ്റയൊക്കെ വരുന്നത് കൊണ്ട് ഓരോ പ്രാവശ്യവും തേങ്ങയൊക്കെ ചിരണ്ടി കഴിഞ്ഞിട്ട് ഈ ചിരവ നന്നായിട്ട് ക്ലീൻ ആക്കാൻ ശ്രദ്ധിക്കണം. ഇത് ഇന്നലെ എടുത്ത വീഡിയോയാ. ഇന്നലെ ഉച്ചയ്ക്ക് ഒരു കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ കല്യാണത്തിനൊക്കെ പോയേച്ച് തിരിച്ചു വരുന്ന വഴിക്ക് കുഞ്ഞിപ്പെണ്ണിനെയും കൂടെ കൂട്ടിക്കൊണ്ടോ കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. ഏത്തപ്പഴം കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാൻ വേണ്ടി പോകുവാണേ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 3 ഏലക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊണ്ട് കളഞ്ഞിട്ട് കുരു മാത്രം പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ജീരകം ഇഷ്ടമാണെങ്കിൽ ജീരകവും കൂടെ കൂട്ടി പൊടിക്കാം കേട്ടോ. ഞാനിപ്പം ഏലക്കായും പഞ്ചസാരയും തന്നെ പൊടിക്കുന്നുള്ളൂ. കാച്ചിയ പാലൊന്നും അല്ല, അല്ലാത്ത പാൽ തന്നെ ഈ ഏത്തപ്പഴത്തിലേക്ക് ഒഴിക്കുവാണ്. ഒരു ഗ്ലാസ് പാലെടുക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ചുവ വല്ലാണ്ട് വരും. ഇനി ഒരു 2-3 സ്പൂണ് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടിയില്ലേ, അരിപ്പൊടിയോ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി വെക്കണം. ഗോതമ്പ് പൊടി ആയാലും അരിപ്പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. ഒന്ന് കലക്കി കട്ടയില്ലാതെ കലക്കി വെക്കണം. അപ്പോൾ ഇവിടെ പാലും പിന്നെ പഴവും എല്ലാം കൂടെ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തിളച്ച് തൂകിപ്പോകരുത്, അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, നോക്കുകയൊക്കെ വേണം. തിളച്ച് കഴിഞ്ഞിട്ട് ചെറിയ തീയിലിട്ട് പഴമൊന്ന് വേവിച്ചെടുക്കുക. പഴം പകുതി വെന്ത് കഴിയുമ്പോൾ നേരത്തെ കലക്കി വെച്ചേക്കുന്ന മാവ് ഒഴിക്കണം. മാവ് ഒഴിക്കുമ്പോൾ ഒരു കൈ കൊണ്ട് മാവ് ഒഴിച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോകുവേ. പിന്നെ പഴം പകുതി ഇപ്പോൾ വെന്തിട്ടുള്ളൂ, ബാക്കി പകുതി മാവ് ഒഴിച്ചതിന് ശേഷം കേട്ടോ വേവിച്ചെടുക്കണ്ടേ. അന്നേരം മാവും വെന്ത് കിട്ടുമല്ലോ. പഴം വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാലൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഒഴിച്ചത്. ഇപ്പം ഞാൻ ഒഴിച്ചത് കാച്ചിയ പാലാണ്. അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. പിന്നെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചിട്ടില്ലായിരുന്നോ, അതും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. പഴം നല്ല മധുരമുള്ള പഴം എടുത്തിട്ട് വേണം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഴത്തിൻ്റെ ഒരു പുളിച്ചൊവ ഉണ്ടാവും കേട്ടോ. നല്ല മധുരമുള്ള പഴം നോക്കി വേണം ഉണ്ടാക്കാൻ എടുക്കാനേ. ലാസ്റ്റ് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്തത്. അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഇട്ടിട്ടില്ല. ലാസ്റ്റ് ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കണം, അല്ലെങ്കിൽ ആ വെള്ളച്ചൊവ അങ്ങനെ നിൽക്കും കേട്ടോ. ആ വെള്ളച്ചൊവയൊക്കെ ഒന്ന് മാറി വരാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പ് ചേർക്കണം. പിന്നെ ഗോതമ്പ് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഗോതമ്പ് പൊടി കലക്കി ഒഴിക്കേണ്ട കേട്ടോ. അരിപ്പൊടി കലക്കി ഒഴിച്ചാൽ മതി. പിന്നെ നല്ല മധുരമുള്ള പഴം കൊണ്ടുണ്ടാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.